10ാം ക്ലാസ് ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചാ കേസിലെ മുഖ്യപ്രതി മുഹമ്മദ് ഷുഹൈബ് കീഴടങ്ങി എന്നാണ് മുൻകൂർ ജാമ്യം ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി മുഹമ്മദ് ഷുഹൈബ് കീഴടങ്ങിയിരിക്കുന്നത്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. കേസിൽ രണ്ടാം പ്രതി ഫഹദ്, മൂന്നാം പ്രതി ജിഷ്ണു എന്നിവർക്ക് കോഴിക്കോട് ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. സമീർ സി മുഹമ്മദ് വിശദാംശങ്ങളുമായി ചേരുന്നു കോഴിക്കോട്ട് നിന്ന്. ഈ സമീർ, മുഖ്യപ്രതി കീഴടങ്ങിയിരിക്കുന്നു. ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. പരീക്ഷകളുടെ പവിത്രത കാത്തുസൂക്ഷിക്കണമെന്നാണ് കോടതി ഈ ഹർജി നിരാകരിച്ചുകൊണ്ട് വ്യക്തമാക്കിയത്. കീഴടങ്ങുന്ന സമയത്ത് മാധ്യമങ്ങളോട് എന്തൊക്കെയോ ഈ ഒന്നാം പ്രതി പറയുന്നുണ്ടല്ലോ. വിജയകുമാർ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതിയാണ് MS സൊല്യൂഷൻസിൻ്റെ CEO ആയിട്ടുള്ള മുഹമ്മദ് ഷുഹൈബിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിറകെയാണ് ഈ പ്രതി ഇവിടെ എത്തിക്കൊണ്ട് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിക്കൊണ്ട് കീഴടങ്ങിയത്. ഇതിന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ കീഴടങ്ങുന്നതിന് തൊട്ട് മുമ്പായി അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു. ആ വേളയിൽ പറയുന്നത് MS സൊല്യൂഷനെ തകർക്കാൻ ഗൂഢാലോചന നടക്കുന്നുണ്ട്, അതിൻ്റെ തുടർച്ചയായിക്കൊണ്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ ഈ ചോദ്യപേപ്പർ കൈപ്പറ്റിയ ഫഹദ് എന്ന അധ്യാപകൻ എത്തിയതും അങ്ങനെയാണ്. മാത്രമല്ല, നാട്ടിലെ ഒരു പ്രാദേശിക നേതാവ്, ഒരു രാഷ്ട്രീയ നേതാവ് ഇതിനായി ഇടപെട്ടു. 5 ലക്ഷം രൂപ അതിന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അതിൻ്റെ തുടർച്ചയായിക്കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇതിന് പിന്നിൽ പ്രധാനപ്പെട്ട ഒരു പ്രമുഖ സ്ഥാപനമായിട്ടുള്ള ഒരു ട്യൂഷൻ സെൻ്ററാണ് എന്ന കാര്യവും അദ്ദേഹം ആക്ഷേപിക്കുന്നുണ്ട്. തനിക്ക് പറയാനുള്ളതെല്ലാം തന്നെ നേരത്തെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യവും ഈ പ്രതി വിശദീകരിക്കുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ നിർണായകമായിട്ടുള്ള നീക്കങ്ങളാണ് ഉണ്ടായത്. അതിനൊടുവിലാണ് ഇന്നലെ ഈ ഉറവിടം എവിടെ നിന്നാണ് ഇത് ചോർന്നത് എന്ന് കണ്ടെത്താനും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കാനും കഴിഞ്ഞത്. മലപ്പുറം മേൽമുറിയിലെ മഹദീൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ, അവിടുത്തെ പിയൂണായിട്ടുള്ള അബ്ദുൽ നാസറിനെ അറസ്റ്റ് ചെയ്തതോടുകൂടിയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നത്. അബ്ദുൽ നാസർ അത് ഫോട്ടോ എടുത്ത് നൽകുകയും പിന്നീട് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന പ്രധാന അധ്യാപകനായിരുന്ന ഫഹദിനെ അത് ഫോട്ടോ എടുത്ത് അയച്ചു നൽകുകയും ചെയ്തു. അതുവഴിയാണ് MS സൊല്യൂഷൻസിലേക്ക് ഇത് എത്തിയത് എന്നുള്ള കാര്യവും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം ആണ് ഇപ്പോൾ 2 പ്രതികൾക്ക് ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. 3 പ്രതികൾക്കാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. വിജയകുമാർ, അല്പസമയം മുമ്പ് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഈ മുഹമ്മദ് ഷുഹൈബ് എത്തി കീഴടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ ഈ പ്രധാനപ്പെട്ട ഒന്നാം പ്രതി പറഞ്ഞു. എന്താണ് അയാൾ വിശദീകരിച്ചതെന്ന് കേൾക്കാം. എൻ്റെ സ്ഥാപനത്തിൽ സെപ്റ്റംബറിന് ശേഷം വന്നൊരു അധ്യാപകനാണ്. ആ അധ്യാപകൻ ആരോ ഒരാൾ എൻ്റെ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയച്ചതാണ്. അതൊരു വൻകിട പ്ലാറ്റ്ഫോമാണ്. എൻ്റെ അടുത്തുണ്ട് ഈ അധ്യാപകൻ ആരാ പറഞ്ഞയച്ചതെന്നുള്ള തെളിവ്. അതൊരു വേറൊരു പ്ലാറ്റ്ഫോമാണ്. MS സൊല്യൂഷൻ എന്ന് പറഞ്ഞ സ്ഥാപനത്തിനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ആ സ്ഥാപനം എൻ്റെ നാട്ടിലൊരു നേതാവിന് 5 ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ടുണ്ട്. അതാണ് മുഹമ്മദ് ഷുഹൈബിന് കീഴടങ്ങാൻ എത്തിയ സമയത്ത് പറയാനുണ്ടായിരുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സമീർ സി മുഹമ്മദ്.